EMS നമ്പൂതിരിപ്പാടിൻ്റെ 57 മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയൻ്റെ 2024-25 എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ചാത്തൻ മാസ്റ്റർ മുതൽക്ക് കേളു വരെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല? 1982 തൊട്ട് 87 വരെ ഉണ്ടായിരുന്ന മിനിസ്ട്രിയിൽ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ഇരുന്ന അദ്ദേഹം നേരിട്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് ഭരിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വേറൊരു സത്യം കൂടി ഞാൻ പറയാം. കരുണാകരൻ്റെ ഭരണകാലത്താണ് പട്ടികജാതിക്കാർ ഇന്ന് അനുഭവിക്കുന്ന പല സൗകര്യങ്ങളും അവർക്ക് അനുഭവവേദ്യമായി കൊടുത്തത്. കാരണം കരുണാകരൻ സ്വയം പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന് ബോർഡ് വെച്ച് ആണ് നടത്തിയത്. അപ്പോൾ പട്ടികജാതിക്കാരായ പാപ്പാന്മാർക്ക് ആന മേടിച്ചു കൊടുക്കുന്ന സംവിധാനമൊക്കെ പുള്ളിയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടപ്പാക്കിയത് ആ സമയത്താണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ പട്ടികജാതിക്കാരുടെ ആനയെ സവർണ ഹിന്ദുക്കൾ നടത്തുന്ന അമ്പലത്തിൽ എഴുന്നള്ളത്തിന് വിളിക്കില്ല. ആനയ്ക്ക് അയിത്തമുണ്ട്. പക്ഷെ ഇതൊക്കെ കരുണാകരൻ ആത്മാർത്ഥമായിട്ട് ചെയ്തതാണ്. കരുണാകരൻ മാത്രമേ ചെയ്തുള്ളൂ. ഇനി ഈ കരുണാകരൻ തന്നെ 91 മുഖ്യമന്ത്രിയായപ്പോൾ പട്ടികജാതി വകുപ്പ് ഏറ്റെടുത്തില്ല. പട്ടികജാതിക്കാരനായിരുന്ന PK വേലായുധന് സാമൂഹ്യക്ഷേമ വകുപ്പും KK ബാലകൃഷ്ണന് ട്രാൻസ്പോർട്ട് വകുപ്പും കൊടുത്തത് കരുണാകരനാണ്. വേറെ ഒരാളും ചെയ്തിട്ടില്ല.